ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണുനിലാവിലേക്ക് ഏവർക്കും സ്വാഗതം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പർദീസായിലെ രക്ഷാവാഗ്ദാനം, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സദ്വാർത്ത മനുഷ്യനായി അവതരിച്ചതിനും ക്രിസ്തുമസ്. ആ പുണ്യദിനത്തിൽ കിഴക്കുതിച്ച ദിവ്യ നക്ഷത്രത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പൗരസ്ത്യ ദേശത്തു നിന്നെത്തിയ ജ്ഞാനികളെയും വിനീതരായ ആട്ടിടയരെയും ഉണ്ണിയേശുവിന്റെ സമുദ്രത്തിലേക്ക് വഴികാട്ടിയത് വാനിലുദിച്ച ആ ദിവ്യ താരകമായിരുന്നു. വെളിച്ചം പകരുക, വഴികാട്ടുക എന്നീ തന്റെ രണ്ട് നിയോഗങ്ങളും സ്വയം എരിഞ്ഞ് പ്രകാശം തൂകി ആ നക്ഷത്രം പൂർത്തിയാക്കുന്നു. വഴിയും സത്യവും ജീവനുമായവനിലേക്ക് വഴികാട്ടിയ ആ നക്ഷത്രം നല്ല ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നക്ഷത്ര തിളക്കമുള്ളവരെ പ്രശോഭിക്കുവാൻ നമ്മെയും ക്ഷണിക്കുന്നു. സ്വയം പ്രകാശിക്കാനും വഴികാട്ടിയാകാനുമുള്ള ഈ നക്ഷത്ര ദൗത്യം പേറുക വളരെ ശ്രമകരമാണ്. ഈ ദൗത്യം ഏറ്റെടുക്കാൻ സത്യത്തിലേക്കും പ്രകാശത്തിലേക്കും നമ്മെ നയിക്കുന്നവർ ആരെല്ലാമാണെന്ന് നമുക്ക് ഓർക്കാം. നമ്മുടെ മാതാപിതാക്കളും ഗുരുജനങ്ങളും തിരുസഭയും പ്രിയ വൈദികരും സിസ്റ്റേഴ്സും വിശ്വാസ പരിശീലകരുമെല്ലാം ഈശോയാകുന്ന പരമസത്യത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നു. വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തു സാക്ഷികളായി തീർന്ന എല്ലാ വിശുദ്ധരും നമ്മുടെ മാർഗദീപങ്ങളാണ്. നവയുഗ സൈബർ വിശുദ്ധൻ കാർലോ അക്വിറ്റസും ഡൊമിനിക് സാവിയോയും വിശുദ്ധ കൊച്ചു തെരേസയും വിശുദ്ധ മരിയ ഗോരേത്തിയും വിശുദ്ധ അൽഫോൻസാമ്മയുമെല്ലാം വിശുദ്ധ ജീവിതത്തിലേക്ക് നക്ഷത്ര വെളിച്ചം പരത്തുന്നവരായി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുന്നിലുണ്ട്. മാമോദിസായിലൂടെ ദൈവമക്കളായി തീർന്ന നാം കൂദാശകളിലൂടെ ലഭിക്കുന്ന പ്രസാദ വരത്തിലൂടെ സ്വയം പ്രകാശിതരാകാനും യേശുവിനെ നോക്കി പ്രകാശപൂരിതരാകാനും നമുക്ക് കഴിയട്ടെ. അക്രമവും അനീതിയും ലഹരി വസ്തുക്കളും അരങ്ങുവാഴുന്ന ഇന്നൊരു ലോകത്തിൽ നന്മയുടെ പക്ഷം പിടിച്ച് സ്നേഹത്തിന്റെ കരുതലാകുന്ന നന്മ നക്ഷത്രമാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ കാലത്തോട് ചേർന്ന് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു വിശുദ്ധ ലൂക്ക 11:35 വാക്യവും നമുക്ക് ഓർക്കാം. കുറെ കൂടി വിജ്ഞാനത്തിലാകാനുള്ള ക്ഷണമാണ് ക്രിസ്മസ്. ബെത്ലഹേമിലെ ആ ദിവ്യ നക്ഷത്രം വഴികാട്ടിയായി, ദിശാസൂചകമായി, പ്രതീക്ഷയുടെയും പ്രത്യാക്ഷയുടെയും പ്രതീകമായി നമുക്ക് മുന്നിലുണ്ട്. ദൈവിക സാന്നിധ്യത്തിന്റെയും ആത്മീയതയുടെയും നിറവിൽ നക്ഷത്ര ശോഭയോടെ ഈ ക്രിസ്മസ് കാലം നമുക്ക് വ്യാപരിക്കാം. ഏവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ.